ഹലോ ഹായ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പാൻറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നല്ലോ, ആ പാൻറ്റിൻ്റെ പീസിൽ 2 പീസ് മേലെയും താഴെയും എക്സ്ട്രാ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ആ പീസുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നീളത്തിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഏറ്റവും താഴത്തെ ഭാഗത്ത് താഴത്തെ കര മടക്കി തയ്ക്കില്ലേ, അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാനാണ്. കാരണം അവിടെ ഒരു 3/4 ഇഞ്ചോളം കുറവ് വരുന്നുണ്ടല്ലോ. പുള്ളിക്ക് എന്തായാലും 40 ഇഞ്ചോളം തന്നെയാണ് നീളം വേണ്ടത്. അതുകൊണ്ടാണ്. ഓൾറെഡി നമുക്ക് ക്ലോത്ത് തികയാത്ത തുണിയായിരുന്നു. അപ്പോൾ ഇത് മേലെ ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് മേലത്തെ ബാൻഡിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം ഈ കാണുന്നത് പാൻറ്റിൻ്റെ താഴെ ഭാഗമാണ്, താഴത്തെ കരഭാഗമാണ്. അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. തയ്ച്ചതിന് ശേഷം പതിച്ച് തയ്ക്കുക. അതിൻ്റെ മേലെ കൂടെ പതിച്ചടിക്കുക എന്നാണ് ഇവിടെ പറയുക. എല്ലായിടത്തും എങ്ങനെയാണ് പറയാമെന്നുള്ളത് എനിക്കറിയില്ല. അത് പതിച്ച് തയ്ച്ചതിന് ശേഷം വീണ്ടും മടക്കിയിട്ട് മേലേക്ക്. അപ്പോൾ മടക്കി തയ്ക്കുമ്പോൾ താഴേക്ക് ഒരു കട്ടി ഉണ്ടാവും. ഓൾറെഡി ഇത് നല്ല നൈസ് ക്ലോത്താണ്, കാണുന്ന പോലെയല്ല, നല്ല നൈസ് ക്ലോത്താണ്. അത് തയ്ക്കുന്ന സമയത്ത് നല്ല പിന്നിയിരുന്നു. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ സൂചി ഈ കോറയായിരിക്കുമോ എന്ന് കരുതി സൂചി മാറ്റി നോക്കിയപ്പോൾ വീണ്ടും നല്ല പിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൂട്ടിൻ്റെ ടൂത്ത് ഉണ്ടല്ലോ, അതിന്മേൽ കൊളുത്തി കയറിയിരുന്നു. അങ്ങനെ കൊളുത്തി വരികയാണ്. അതായിരുന്നു പ്രശ്നം. ഇനി രണ്ടാമത്തെ പാൻറ്റിൻ്റെ താഴത്തെ കരഭാഗമാണ്. അതും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പതിച്ച് കൊടുക്കുക. പതിച്ച് താഴെ മടക്കി തയ്ക്കുന്ന സമയത്ത് വീതി താഴേക്കാണ് ഇറക്കം വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറക്കി മടക്കി തയ്ക്കട്ടോ. അതിപ്പോൾ ഇതിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആ ഭാഗത്ത് ചെറിയൊരു മടക്ക്, ഇപ്പോൾ ഇത് മേലേക്കും ഫുള്ള് മടക്കി വെച്ചതാണ്. ഇനി അത് അങ്ങോട്ട് ഇടയ്ക്കെൻ്റെ മോള് ചാമ്പൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ഞാൻ കഴിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് താഴേക്ക് ഇറക്കിയിട്ട് 1 ഇഞ്ചോളം അല്ലെങ്കിൽ 3/4 ഇഞ്ചോളം താഴേക്ക് വീണ്ടും ഇറക്കം കിട്ടണം. അങ്ങനെ മടക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെ മടക്കി തയ്ക്കാം. അതല്ല അത്ര വേണ്ട, നീളം കുറക്കണമെന്നുണ്ടെങ്കിൽ മേലേക്ക് തന്നെ മടക്കി തയ്ച്ചെടുക്കാം. അത് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയും മോളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാമ്പക്ക, പേരക്ക, മാങ്ങ ഇങ്ങനെയുള്ളതൊക്കെ കൊടുന്നു തരും. അതിനുശേഷം 2 സൈഡും ഒരു പാൻറ്റിൻ്റെ 2 സൈഡും കൂടി രണ്ട് കാലിൻ്റെയും 2 വശവും തയ്ച്ച് കൊടുക്കാം. ഇത് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഷീനൊന്ന് പണി പാടിയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ശരിയാക്കി. സ്റ്റിച്ച് പെട്ടെന്ന് എന്തോ പറ്റിയതാണ്. നമ്മുടെ ടെൻഷൻ ഇട്ടുണ്ടല്ലോ, ടെൻഷൻ്റെ ഉള്ളിൽ കരട് പറ്റി കിടക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ആകെ മോശമായിരുന്നു. ഇതേ കിടക്കുന്നു സാധനം. അവിടെ അതിനകത്ത് കരട് കുടുങ്ങിയത് കൊണ്ടാണ് അങ്ങനെ നമ്മുടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വന്നിരുന്നു. സ്റ്റിച്ച് പെട്ടെന്ന് കേടാകുമ്പോൾ ഇതൊന്നും അങ്ങനെ തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്താൽ മതി. ഊതി കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വല്ല കരട് നൂലിൻ്റെ തന്നെ നൂല് തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ചെറിയ കരട്. അതേപോലെ തന്നെ നമ്മുടെ ബോബിൻ കേസിൻ്റെ അകത്തും ഇതേപോലെ ചെറിയൊരു കരണ്ടാവും. അത് ക്ലിയർ ചെയ്ത് അത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആവും കേട്ടോ. ക്ലിയർ ചെയ്തൊന്ന് തയ്ച്ച് നോക്കി ഓക്കെ ആയതിനു ശേഷം വീണ്ടും ഞാൻ അടുത്ത് തയ്ച്ചു. ഓക്കെ ആയി. 2 പാൻറ്റിൻ്റെ 2 വശവും താഴെ നിന്ന് മേലേക്ക് തയ്ച്ച് വെച്ചു. അതിനുശേഷം ക്രോച്ച് ഭാഗമാണത്. നമ്മുടെ മേലെ ഭാഗത്ത് ക്രോച്ച് വെട്ടി വെക്കുമല്ലോ, ആ ഭാഗമാണത്. അരഭാഗത്തിൻ്റെ അവിടെ നിന്ന് ക്രോച്ച് വരെയുള്ള ലെങ്ത്തിലേക്ക് 2 സൈഡും കൂടി ഒരുമിച്ച് വെച്ചിട്ട് തയ്ക്കാം. ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കോൺ ഷേപ്പായിട്ടുള്ളൊരു ക്ലോത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങിയിട്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു നിന്നിരുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനനുസരിച്ച് കൂട്ടി ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതുമായിട്ട്. ഇതേ കാണുന്നു കണ്ടോ, കുറച്ച് ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ വലുതായിരുന്നു. രണ്ടു വട്ടം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം മേലത്തെ അലസ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2ാം തവണ വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ബാൻഡ് വെക്കുന്ന ഭാഗത്ത് പീസ് വെച്ച് തയ്ക്കാൻ. അതിന് ചീത്ത വശമാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചീത്ത വശത്ത് നമ്മൾ ബാൻഡിൻ്റെ ക്ലോത്ത് വെക്കുമ്പോൾ ചെറിയൊരു പൊടിക്ക് കുറച്ച് കയറ്റിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഭാഗം ഇത്തിരി മടക്കി വെക്കുന്ന രീതിയിൽ മടക്കി വെക്കാനുള്ള ഒരു സ്പേസ് വിട്ടിട്ടാണ് ബാക്കി ചുറ്റോറും തയ്ച്ചെടുക്കുന്നത്. അതുപോലെ വെച്ച് പതിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് 1 ഇഞ്ചോളം കയറി നിന്ന സ്ഥലം അതങ്ങോട്ട് വിട്ട് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ശേഷം റൗണ്ട് അടിച്ച് വരുമ്പോൾ ആ മടക്കി വെക്കുക. ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്പേസ് വിടാൻ പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ തയ്ച്ച് വരാം. അതിനുശേഷം നമ്മൾ താഴെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് കരഭാഗത്ത് മടക്കി പതിച്ച് തയ്ച്ചില്ല, അതുപോലെ ഒന്ന് ജസ്റ്റ് ചുറ്റോറും പതിച്ച് തയ്ക്കാം. ക്ലോത്ത് കോട്ടൻ്റെതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതിച്ച് തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ക്ലോത്ത് ഒരു എന്താ പറയുക, ഒട്ടും കട്ടിയില്ലാത്തൊരു ക്ലോത്താണ്, പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു ക്ലോത്തില്ല, അങ്ങനത്തെ ഒരു ക്ലോത്തായതുകൊണ്ടാണ് ഇപ്പോൾ പതിച്ച് തയ്ക്കേണ്ട ആവശ്യം വരുന്നത്. കോട്ടൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, വരച്ച് കൊടുത്താൽ തന്നെ മതി, നല്ല വൃത്തിയായിട്ടുണ്ട്, ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അതിനുശേഷം മേൽഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തതിന് ശേഷം അതിനകത്താണ് അലസ്റ്റിക് വെക്കുന്നത്. അലസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ മേലെ കൂടെ തയ്ച്ച് വന്നതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. അലസ്റ്റിക് എത്ര ഇഞ്ചിയുടെ അലസ്റ്റിക്കാണോ നിങ്ങൾ വെക്കുന്നത്, 1/2 ഇഞ്ചിയുടേതോ അല്ലെങ്കിൽ 3/4 ഇഞ്ചിൻ്റെതോ 1 ഇഞ്ചിൻ്റെതോ എത്ര ഇഞ്ചിയുടെ അലസ്റ്റിക്കാണോ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഇത് മടക്കി തയ്ച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ഇഞ്ചിൻ്റെ വീതിക്കാണ് ഞാൻ അലസ്റ്റിക് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മടക്കി തയ്ച്ച് കൊടുക്കുക. തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെക്കട്ടെ. ചുറ്റോറും തയ്ച്ച് വന്നതിന് ശേഷം അലസ്റ്റിക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളൊരു ഗ്യാപ്പ് ഞാൻ അവിടെ വെക്കും. ലാസ്റ്റാണത് പുറത്ത് കൊടുക്കുള്ളൂ. ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഉദ്ദേശിച്ച നീളം എനിക്ക് കിട്ടുകയും ചെയ്തു. വേസ്റ്റ് വന്ന ക്ലോത്തിൽ നിന്നാണ് ഞാൻ ആ ഒരു പാൻറ്റിനുള്ളതും താഴത്തെ കരയ്ക്കുള്ളതും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എക്സ്ട്രാ പീസിൻ്റെ ആവശ്യം വന്നിട്ടില്ല. വേറൊരു പീസ് മേടിച്ചിട്ടുമില്ല. ഇത് ചെറിയ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ്, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പ്, അതിനകത്ത് കൂടെയാണ് അലസ്റ്റിക് ഓടിക്കേണ്ടത്. ഓക്കെ,